2002 ഗുജറാത്തിൽ നടന്ന കമ്മ്യൂണൽ റയോട്ട്സിന് ശേഷം പരക്കെ കേൾക്കപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് വുമനെ പീഡിപ്പിച്ചതായും വയറുകീറി ഫീറ്റസിനെ പുറത്തെടുത്തതായും ഒക്കെ. എന്നാൽ ദ ഡോക്ടർ ഹു പെർഫോംഡ് ഓട്ടോപ്സി ഓൺ ദ ബോഡീസ് ഓഫ് 3 victims told that he found the fetus in the place in the womb of the woman, but she was fully burned alive. ആദിമ നൂറ്റാണ്ടുകളിലെ പീഡനങ്ങളിൽ സെവേറസ് ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി വിശുദ്ധ പെർപച്വായെയും വിശുദ്ധ ഫെലിസിത്തായുമാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. വിജാതീയരായ ഇവർ ക്രിസ്തുവിനെ അറിഞ്ഞ് സ്വീകരിച്ച ശേഷമാണ് ഇത്തരം അവസ്ഥകളുണ്ടായത്. ഫെലിസിത്ത വാസ് 7 months pregnant and പെർപച്വ വാസ് ഹാവിംഗ് എ ലിറ്റിൽ ബേബി. എന്നിട്ടും അവർ ക്രൂര മൃഗങ്ങൾക്ക് മുൻപിൽ പതറാതെ നിന്നു. ഗർഭിണികളെ വധിക്കാൻ പാടില്ലെന്ന റോമൻ നിയമം ഉണ്ടായിരുന്നതിനാൽ കുഞ്ഞ് ജനിച്ച ശേഷമായിരുന്നു ഫെലിസിത്താസ് മാട്രിഡം. ജ്ഞാനസ്നാന സമയത്ത് തന്നെ ഇരുവർക്കും രക്തസാക്ഷികളാകേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അന്നേ ശാരീരിക വേദനകൾ സഹിക്കാനുള്ള ശക്തിക്കായി പരിശുദ്ധാത്മാവിനോട് അവർ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ബലഹീനമായ സ്ത്രീവർഗത്തിൽ ഇത്ര മഹാത്യാഗം മഹത്വനിദാനമാണ് എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ ഇവരുടെ രക്തസാക്ഷിത്വത്തെ വാഴ്ത്തുന്നത്.